നമ്മൾക്ക് മാഗ്നറ്റിനെ കുറിച്ച് അറിയാലോ. അതിന് 2 പോൾസാണുള്ളത്. ഏതൊക്കെയാണ്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ്. അതുപോലെ നമ്മൾ മനുഷ്യർക്കും 2 പോൾസുള്ള മൂഡ് ഡിസോർഡർ ഉണ്ടെങ്കിലോ? ഹായ് എവ്രി വൺ, ഞാൻ ഫാത്തിമ ഫാഗിറ. ബൈപോളാർ ഡിസോർഡർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മാനസിക അസുഖമായിട്ടാണ് നമ്മൾ ബൈപോളാർ ഡിസോർഡറിനെ കണക്കാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മാനിയാക് അഥവാ ഉന്മാദാവസ്ഥയും ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥയും മാറി മാറി വരുന്നതിനാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിലെ മാനിയാക് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. ഹൈ ആയിട്ടുള്ള എനർജി, ഹൈ ടോക്കറ്റീവ്നെസ് ആയിരിക്കും, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇവർക്ക് എന്തോ പവർ ഉണ്ട്, കഴിവുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടാവും. അവർ മറ്റുള്ളവരോട് ആജ്ഞാപിക്കുകയും അനുസരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമ്മളെന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കുകയാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാം കോസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എറിഞ്ഞുകൊടുക്കാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. ഈ കേസ് വരുന്നത് ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഡിപ്രസീവ് എപ്പിസോഡ്. എന്നെ കൊണ്ടൊന്നിനും വയ്യ, എനിക്ക് ആകെ ടയേർഡാണ്, ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്കൊന്നും അറിയില്ല, അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ളവരാണ് ഈ ഡിപ്രസീവായിട്ടുള്ള എപ്പിസോഡ്സ് ഉള്ളവർ. ഇവരുടെ എക്സ്ട്രീം ഡിപ്രസീവ് വരുമ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ബൈപോളാർ ഡിസോർഡറിൻ്റെ കോസസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ഇംബാലൻസ് കാരണം നമുക്ക് ഈ ബൈപോളാർ ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ജനറ്റിക് ആയിട്ട് നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആർക്കെങ്കിലും ബൈപോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മൾക്കത് വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മൾക്ക് എന്തെങ്കിലും അബ്യൂസ് നേരിടേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാവുന്ന അവസ്ഥ, ഈ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ബൈപോളാർ ഡിസോർഡർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി 2 തരത്തിലുള്ള ബൈപോളാർ ഡിസോർഡറാണ് നമുക്കുള്ളത്. ഒന്നാമത്തത് ബൈപോളാർ 1. അതിലെന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള മാനിയ കണ്ടീഷൻ ആയിരിക്കും, ഭയങ്കര ഹൈ ആയിരിക്കും. അതിൽ 7 ദിവസം വരെ ആ ഒരു മാനിയ കണ്ടീഷൻ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കണ്ടീഷൻ എക്സ്ട്രീം ആയതിനാൽ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് വരെ ആവാൻ സാധ്യതകളുണ്ട്. ഇനി ഈ 1 വീക്ക് നമുക്ക് മാനിയാക് എപ്പിസോഡ് കഴിഞ്ഞാൽ ഈ പിന്നെയുള്ള 2 ആഴ്ച ചിലപ്പോൾ ഡിപ്രസീവ് എപ്പിസോഡായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മാനിയാക്കും ഡിപ്രസീവും മാറി മാറി വരാനും സാധ്യതകളുണ്ട്. ഇനി ബൈപോളാർ 2 അവസ്ഥ വരികയാണെങ്കിൽ അതിൽ ഡിപ്രസീവ് ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. അതായത് 1 or 2 ഡിപ്രസീവ് എപ്പിസോഡിന് ഒരു ഹൈപ്പോമാനിയാക് എപ്പിസോഡെങ്കിലും വരാറുണ്ട്. നോട്ട് ചെയ്യുക, ഹൈപ്പോമാനിയാക്, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനല്ല, ഒരു ഹാപ്പിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ വെല്ലായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പോമാനിയാക് എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ നമുക്കതൊരു സ്റ്റേബിൾ ആയിരിക്കില്ല, പെട്ടെന്ന് തന്നെ ഡിപ്രസീവിലേക്ക് അവർ വീഴാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്രസീവ് എപ്പിസോഡാണ് ബൈപോളാർ 2ക്ക് കണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ് ഫോർ ബൈപോളാർ ഡിസോർഡർ. അത് നമുക്ക് ക്യൂർ ചെയ്യില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ബൈപോളാർ ഡിസോർഡർ നമുക്കൊന്ന് സ്റ്റേബിൾ ആക്കി വെക്കാൻ പറ്റും. അതായത് മെഡിക്കേഷൻസ് വഴി അല്ലെങ്കിൽ സൈക്കോതെറാപ്പി അങ്ങനെ ഉള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് വഴി നമുക്കതൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാം. ഈ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ട്രിഗർ, അതായത് ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ബൈപോളാർ ഡിസോർഡറിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി നമ്മൾക്ക് ചുറ്റിനും ആരെങ്കിലും ബൈപോളാർ ഡിസോർഡർ ഉള്ളവരാണെങ്കിൽ അവരൊപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.